ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് നല്ലൊരു ഉഷാർ ചട്നിയാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. ചടപടേന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കടായിലേക്ക് ഫസ്റ്റ് 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നാണ്. കൂടെ തന്നെ ചെറിയൊരു പീസ് അളവിൽ ഇഞ്ചി കൂടി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ആ ഉഴുന്നൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റായി കിട്ടിയാൽ മാത്രം മതിയാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 6-7 ചെറിയ വെളുത്തുള്ളി അല്ലിയാണ്. അപ്പോൾ വലിയ വെളുത്തുള്ളിയാണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം ചേർത്താൽ മതിയാവും. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ കൂടിയാണ്. അപ്പോൾ ഈ തേങ്ങ ചേർത്തിട്ട് നമ്മൾ നല്ലതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കണം. ഈ തേങ്ങയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറിയിട്ട് കിട്ടണം. നല്ലൊരു ഗോൾഡൻ കളർ ആകുന്നവരെയും ചെറുതായിട്ടൊന്ന് വറുത്ത് കൊടുക്കണം. ഇപ്പോൾ ഇതാ ഇതിൻ്റെ കളറെല്ലാം നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഒരു 3 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാം. തക്കാളിയും ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ തക്കാളി ഒരുപാടൊന്നും വെന്ത് കുഴഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് ചൂടായിട്ട് കിട്ടണം. ആ ഒരു ഇതിൽ നമ്മൾ വീണ്ടും ഒന്ന് വറുത്ത് കൊടുക്കണം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 30 സെക്കൻഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എരിവിന് ആവശ്യത്തിനുള്ള വറ്റൽമുളകാണ്. ഞാനിപ്പോൾ ഒരു 6 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വറ്റൽമുളകിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ചൂടുവെള്ളം ഒഴിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് കുതിർന്നിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. കാശ്മീരി ചില്ലി അതിൻ്റെ പേരിൽ എരിവ് കുറവാണ്. നമ്മുടെ എരിവിനനുസരിച്ചിട്ട് വറ്റൽമുളക് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വറ്റൽമുളക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. ഒരുപാട് മല്ലിയിലൊന്നും വേണ്ട, ഒരല്പം മാത്രം മതിയാവും. മല്ലിയിലയും ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടിയാണ്. പിന്നെ വേണ്ടത് ചെറിയൊരു പീസ് ശർക്കര കൂടിയാണ്. അപ്പോൾ ഈ പുളിയും എരിവും ഒക്കെ ഒന്ന് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെറിയൊരു പീസ് ശർക്കര ചേർക്കുന്നത്. അപ്പോൾ ഈ ശർക്കരയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിലേക്ക് മാറ്റാം. അപ്പോൾ ഈ മിക്സിയുടെ ജാറിലേക്ക് മാറ്റുമ്പോഴത്തേക്കും നമുക്കിത് അരച്ചെടുക്കാനും പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്തേക്കണം. ഞാനിപ്പോൾ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഫൈനായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാനായിട്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ഒരു ബൗളിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയിൽ ഒരല്പം കടുകും കറിവേപ്പിലയും കൂടി താളിച്ച് കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാ തക്കാളി ചട്നി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് നിങ്ങളിതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്തതിന് ശേഷം എൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുകയും വേണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ മറക്കാതെ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. കൂടെ തന്നെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഫ്രണ്ട്സ്.